പ്രിയപ്പെട്ട നമസ്കാരം. ലൈഫ് സ്റ്റോറിയിൽ നിന്ന് KS കലച്ചേച്ചിയാണ്. കുറച്ച് പരിചയപ്പെടുത്താനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷത്തിന് മുമ്പായിട്ടുള്ള കുറച്ച് അനുഭവങ്ങളാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ കലാകാരന്മാർക്ക് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ പച്ചയായ ജീവിതങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത്തരത്തിൽ ഒരുപാട് അനുഭവ സമ്പത്തുകളും നമ്മൾ അറിയേണ്ട കുറേ ചരിത്രങ്ങളുമുണ്ട്. അപ്പം പ്രിയപ്പെട്ട ചേച്ചിയെ നമ്മളെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ചേച്ചി. അപ്പോൾ ചേച്ചി, എന്തായാലും നമ്മുടെ ഈ കലാജീവിതത്തിലേക്ക് ഏതൊരു മനുഷ്യനും നമ്മുടെ കലാജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും. അതായത് സ്പോർട്സ് ആയിക്കോട്ടെ, ഇനിയിപ്പം സിനിമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ രാഷ്ട്രീയമായിക്കോട്ടെ, കലാരംഗങ്ങളായിക്കോട്ടെ. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ അല്ലെങ്കിൽ ഒരു സ്നേഹ സംഭാഷണമായിട്ട് കൂട്ടിയാൽ മതി. നമ്മളിത് ചെയ്യാൻ കാരണം നമ്മളിൽ നിന്നൊക്കെ വിട്ടുപോയ, നമ്മെ ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച ഒരു 2 വ്യക്തിത്വങ്ങളുണ്ട്. ശ്രീ തേവലക്കര മോഹൻ സാറും ജെസ്സി മോഹൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റും. അവരൊക്കെ നാടകത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്. പക്ഷേ അവരെയൊന്നും സമൂഹം അറിഞ്ഞില്ല. അതേപോലെ തന്നെ അവർക്ക് വേണ്ട പരിഗണനയൊന്നും കൊടുത്തതുമില്ല. അതേപോലെ തന്നെ അവരുടെ മരണശേഷവും ഈ പറയുന്ന രീതിയിലുള്ള ഒരു അംഗീകാരമോ അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകളോ ഒന്നും നമ്മുടെ സമൂഹം കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ അത്തരത്തിൽ കലാകാരന്മാർക്ക് വേണ്ടി തീർച്ചയായിട്ടും സാധാരണപ്പെട്ട കലച്ചേച്ചിയെ പോലെയുള്ള എനിക്ക് നേരിട്ട് അറിയാവുന്ന കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തേണ്ടതും ജനങ്ങളുടെ മുന്നിൽ എത്തിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കണം. തീർച്ചയായിട്ടും കലാകാരുടെ പച്ചയായ ജീവിതം. ചേച്ചി, എന്തായിരുന്നു നമ്മുടെ ഈ കലാജീവിതത്തിലേക്ക് സത്യം പറഞ്ഞാൽ ഇറങ്ങാനുള്ള ഒരു കാരണം? ഞാൻ തീരെ ചെറുതിലെ തന്നെ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസിക്കലും കുറച്ച് നല്ല ഫോക്ക് ഡാൻസും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡാൻസ് പിന്നെ സ്റ്റേജിലേക്ക് ഇങ്ങനെ കൂടുതലായിട്ട് അവതരിപ്പിച്ച് വന്നു. ഒരു 10-14 വയസ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും നാടകം, അന്നൊക്കെ ചെറിയ ചെറിയ നാടകങ്ങൾ അവതരിപ്പിക്കുന്നൊരു കാലമായിരുന്നു. അപ്പോൾ അതിലേക്ക് വിളിക്കാനായിട്ട് ആളുകൾ വന്നു. സ്റ്റേജിൽ ഞാൻ ഡാൻസ് ചെയ്യുന്നത് കണ്ടതിന് ശേഷമാണ് എന്നെ വിളിക്കാൻ വന്നത്. ആ കൊച്ചു നാടകത്തിൽ ഡയലോഗ് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാലമായിരുന്നു അന്ന്. എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ SSLC എഴുതുന്നത് 14 വയസ്സ് ഉള്ള സമയത്ത് തന്നെയാണ്. ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് കൂടുതലും എക്സാമിന് പഠിക്കുന്ന ഒരു സമയം കരുനാഗപ്പള്ളി ഹൈസ്കൂളിൽ. അതാണ് എൻ്റെ ഓർമ്മ നിൽക്കുന്നത്. നാടകത്തിലെ ഡയലോഗാണ് പുസ്തകത്തിൽ വെച്ച് കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നത്. അത്ര എനിക്ക് എന്തോ ഒരു ഭയങ്കര ഇഷ്ടം നാടകത്തോടുണ്ടായിരുന്നു. അച്ഛനൊരു നല്ല കലാകാരനായിരുന്നു. ഒരു കഴിവായിരിക്കാം ചിലപ്പോൾ എനിക്ക് കിട്ടിയത്. അപ്പം നാടകത്തോട് കൂടുതൽ ഇഷ്ടം എനിക്കുണ്ടായിരുന്നു. പിന്നെ അന്നൊന്നും ഇത്രയും സീരിയസ് അറിയില്ല. പക്ഷേ വിളിച്ചുകൊണ്ട് പോയവർ ഓരോ സ്റ്റേജുകളിലേക്ക് വീണ്ടും 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 കൂടുതൽ നാടകത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു മനുഷ്യന് കല കടന്നു വരുന്നത് ചിലപ്പം ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നമ്മുടെ കുടുംബ പശ്ചാത്തലം ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ചില മനുഷ്യർക്ക് കഴിവുകൾ ദൈവം ഓട്ടോമാറ്റിക്കലി കൊടുക്കുന്നുണ്ട്. അതല്ലാതെ തന്നെ ചേച്ചി പറഞ്ഞു കലാകാരനായിരുന്നു എന്ന് പറഞ്ഞു അച്ഛൻ. അങ്ങനെ നാടകത്തിൽ വല്ലതും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു? അല്ല, കഥകളി നടനായിരുന്നു. കഥകളിയായിരുന്നു. അപ്പം വീട്ടിലെല്ലാവർക്കും ആ കലയുമായിട്ടൊരു വാസനയുള്ള കുടുംബമായിരുന്നു. പക്ഷേ ആർക്കും അച്ഛൻ്റെ ഒരു കഴിവ് 5 മക്കളിൽ എനിക്ക് മാത്രമാണ് കിട്ടിയത്. പക്ഷെ എല്ലാവരും ആസ്വദിക്കും, അതിനെ പ്രോത്സാഹിപ്പിച്ചു. അവരുടെ എല്ലാവരുടെയും പ്രോത്സാഹനം തന്നെയാണ്. അമ്മ കൂടുതലായിട്ട് ശരിക്കും കഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ തീരെ ചെറുതിലെ തന്നെ അച്ഛനങ്ങ് മരണപ്പെട്ടു. പിന്നെ അമ്മയുടെ പ്രോത്സാഹനമാണ് കൂടുതലും ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പം നമ്മുടെ അച്ഛൻ മരിച്ചതിന് ശേഷം പൊതുവേ ഈ കലാജീവിതവും അല്ലെങ്കിൽ നമ്മുടെ ലൈഫും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കും ഒരുപക്ഷെ അമ്മയും. ആ ദുഃഖങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ചേച്ചിയും വളർന്നിട്ടുള്ളത്, അല്ലേ? അപ്പോൾ എന്തായാലും ഫസ്റ്റ് എവിടെയായിരുന്നു ഇത് കറക്റ്റ് പ്രോപ്പർ ചേച്ചിയുടെ നാട്? അതായത് പിറന്ന വീട് മണ്ണ് എവിടെയായിരുന്നു, അതായത് ജന്മനാട്? പണിക്കർ കടവെന്ന് പറഞ്ഞ സ്ഥലം. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് പണ്ടാരത്തുരുത്ത്. അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. പണ്ടാരത്തുരുത്ത് അത് അവിടെ അടുത്തല്ലേ? കാട്ടൽമേക്കതിൽ? അല്ല, മൂക്കുമ്പുഴ ദേവീക്ഷേത്രം. അതിലേക്ക് പോകുന്ന ഭാഗം തന്നെയാണ്. അത് വളരെ പ്രശസ്തമായ ഒരു അമ്പലമാണല്ലോ കാട്ടൽമേക്കതിൽ എന്നും പറയുന്നത്. മൂക്കുമ്പുഴ ക്ഷേത്രമൊക്കെ വളരെ പ്രശസ്തമായ അമ്പലമാണ്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് പിന്നീട് ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ്, അതേ ലൈഫിലേക്ക് വിവാഹം? ഒരു 20 വയസ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ തിരുവനന്തപുരത്ത് ഒരു സമിതി നോർത്ത് ഇന്ത്യൻ പ്രോഗ്രാമിന് പോയിച്ച് തിരിച്ചു വരുന്നതിന് മുൻപ് തന്നെ അതിനകത്ത് അഭിനയിച്ച ഒരു വ്യക്തിയായിരുന്നു ഇങ്ങനെ വിവാഹം ആലോചിച്ചത്. അദ്ദേഹത്തിനെ കണ്ടുപിട്ടിട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെയാണ് ആ വിവാഹം വന്നത്. ഭാവി ജീവിതം എന്ന് പറയുന്നത് പിന്നെ ഒരു തകർച്ചയിലേക്ക് പോകുന്ന ഒരവസ്ഥയായിരുന്നു. നമ്മുടെ ജീവിത സാഹചര്യങ്ങളും അങ്ങനെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ. തീർച്ചയായിട്ടും ഇപ്പോൾ ജോലിക്ക് പൊതുവേ പോകുമ്പോൾ ചിലപ്പോൾ കലാജീവിതമാണെങ്കിൽ തന്നെയും പലപ്പോഴും ഉറക്കമൊഴിഞ്ഞ് റിഹേഴ്സലിന് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. പിന്നെ നമ്മളെ കുടുംബം നോക്കാൻ പറ്റാത്തതും അല്ലെങ്കിൽ നോക്കണമെങ്കിൽ തന്നെ പലരെ ഏൽപ്പിച്ചിട്ട് പോകേണ്ട ഒരു അവസ്ഥയും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് കലാപരിപാടിക്ക് പോകുമ്പോഴും ഒരുപാട് സ്ട്രഗിളാണ്. അതായത് വീട്ടിലെ ഓരോ ഉത്തരവാദിത്തങ്ങളും നമുക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് പാലിക്കാൻ പറ്റി എന്നില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് അതാണോ ലൈഫിലൊരു സ്വരച്ചേർച്ചയ്ക്ക് കാരണമാവുന്നത്? ശരിക്കും ആ ത്യാഗം തന്നെയാണ് ആ ഒരു ഇല്ലായ്മകളും
ദുരിതങ്ങളും തന്നെയാണ് അങ്ങനെയൊക്കെ ഉണ്ടായി വന്നത്. നമ്മുടെ സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമായിരുന്നു. അപ്പോൾ അതിലൂടെ ഒത്തിരി അമ്മ അനുഭവിച്ച സ്ട്രഗിൾ എന്നേക്കാൾ കൂടുതൽ അമ്മയായിരുന്നു. അമ്മയുടെ കയ്യിലോട്ട് കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് ഞാൻ ഈ കലാരംഗത്ത് പോയി തിരിച്ചു വരുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി നോക്കുന്നുണ്ടല്ലോ അമ്മ എന്നുള്ളതായിരുന്നു. പിന്നെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഇല്ല, അമ്മ മരിച്ചിട്ട് 3 വർഷം കഴിഞ്ഞു. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് സാമ്പത്തികപരമായിട്ട് സഹായിക്കാനും എടുക്കാനും പറ്റുന്ന ഒരവസ്ഥയായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരുപാട് മാനസിക പീഡനങ്ങൾ, ശാരീരിക പീഡനങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ മക്കളെ ആയപ്പോഴത്തേക്കും മരിക്കാനും പറ്റാത്തൊരവസ്ഥ വന്നു. എന്നോടൊപ്പം എന്നെക്കാഴി കൂടുതലായിട്ട് അനുഭവിച്ചത് അമ്മയായിരുന്നു. ഇത്രയും സ്ട്രഗിളൊക്കെ ചെയ്ത് നമ്മൾ 2 കുഞ്ഞുങ്ങളുമായിട്ട്, 2 പെൺകുഞ്ഞുങ്ങളാണ് അല്ലേ? അതെ. അപ്പം ഈ 2 പെൺകുട്ടികളുമായി റിഹേഴ്സൽ ക്യാമ്പിൽ പോകാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ ഭദ്രമായി ഏൽപ്പിക്കാൻ അമ്മയില്ല, അച്ഛനില്ല. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട ബന്ധങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നു ഈ കുട്ടികളെ ഒന്ന് സേഫാക്കിയിട്ട് നമുക്ക് ഈ ജീവിതമാർഗത്തിന് പോകാനായിട്ട്? ഇല്ല, അമ്മ തന്നെ ആയിരുന്നു. അല്ല, അമ്മയുടെ മരണശേഷം അല്ല, അതിനുശേഷം പിന്നെ കുഞ്ഞുങ്ങൾ വളർന്നു. പിന്നെ അവർ ഒറ്റയ്ക്ക് തന്നെ ഞാൻ വീട്ടിലാക്കിയിട്ടായിരുന്നു പോയിക്കൊണ്ട്. എങ്കിലും നമ്മൾ തള്ളമാര് പുറത്തോട്ട് പോകുമ്പോൾ 2 മക്കള് വീട്ടിലിരിക്കുമ്പോൾ ഒരുപാട് തീയാണ്. ശരിക്കും ഞാൻ വേദനിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു അസുഖം വരുമ്പം ഒന്ന് കൊണ്ടുപോകാനും അതേപോലെ തന്നെ അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും ഇപ്പം നമ്മുടെ രാഷ്ട്രീയ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളൊക്കെ ചേച്ചി എന്തെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയുള്ള ഹെൽപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല. നന്നായിട്ട് ഞാൻ ജോലി ചെയ്യുമായിരുന്നു. അതിൻ്റെ ഹെൽപ്പ് അല്ലാതെ യാതൊരു ഹെൽപ്പും കലാപരമായിട്ടുള്ള ഭാഗത്തുനിന്നോ സാമൂഹ്യപരമായ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആലമ്പീടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ കുറച്ച് നാൾ താമസിച്ചിരുന്നു. അവിടെ മോൾക്ക് സംഗീത വാസന അറിഞ്ഞു വരുന്നത് അവിടെ നിന്നാണ്. മോളെ അവിടെ നിന്ന് പ്രോത്സാഹിപ്പിച്ച് ഒരു നല്ല തലത്തിലെത്തിച്ചത് ആലമ്പീടി എന്ന് പറഞ്ഞ ദേശത്തുള്ള നല്ല വ്യക്തിത്വങ്ങളാണ്. ചില മനസ്സുകൾ അങ്ങനെയാണ്, ചിലർക്ക് സ്വാർത്ഥമായ ചിന്താഗതിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻപുറത്ത് കുറച്ച് ആൾക്കാർ, എല്ലാവർക്കും ഇല്ല, എല്ലാവർക്കും ചിലപ്പം കലയൊക്കെ ഇഷ്ടമായിരിക്കും, കലാവാസനയുള്ള അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളായിരിക്കും. പക്ഷേ എല്ലാവർക്കും ഇവരുടെ ജീവിതങ്ങൾ, കാര്യം നമ്മുടെ സമൂഹത്തിൽ കല അത്രത്തോളം എഫർട്ടുള്ളതാണ് എന്ന് അറിയാൻ പറ്റാത്ത ആൾക്കാരാണ്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഇപ്പം ഞാനിവിടെ വരാനുള്ള കാരണം. ഞാനിന്ന് രാവിലെ ഫേസ്ബുക്കിനകത്തിരിക്കുമ്പോൾ ഏകദേശം ചേച്ചിയായിട്ട് ഞാൻ പറഞ്ഞു ഒരു 20 കൊല്ലത്തോളം മേളിലായി ബന്ധം എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, അടുത്തറിയാൻ കഴിഞ്ഞിട്ടുള്ള ചേച്ചിയാണ്, അല്ല കലച്ചേച്ചി. അപ്പം ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ നോക്കിയിരിക്കുമ്പോൾ ഇന്ന് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോൺഗ്രസിൻ്റെ ഒരു പാട്ട് മോള്, അതായത് അമ്മു എന്ന് പറയുന്ന മോളാണ്. അപ്പോൾ ആ മോളുടെ ഒരു ഗാനം ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടപ്പോഴാണ് ഞാനത് എടുത്തു നോക്കുകയും ഇങ്ങനെ ഒരാളിനെ എൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു നമ്മുടെ ഇൻ്റർവ്യൂ. പക്ഷേ എങ്കിലും വളരെ വ്യക്തമായി ഇന്ന് വരാനുള്ള ഒരു കാരണം അതാണ്. അപ്പോൾ നമുക്ക് രാഷ്ട്രീയപരമായും അല്ലെങ്കിൽ സാമൂഹികപരമായൊക്കെ ഇങ്ങനെ അറിയാത്ത ആൾക്കാരായിരിക്കും ഭാവിയിൽ ഒരു വലിയ നിലയിലേക്ക് എത്തിച്ചേരുന്നതും അവരെ കൊണ്ടായിരിക്കും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അന്ന് ഈ നാടകത്തിനൊക്കെ പോകുമ്പോൾ വളരെ തുച്ഛമായ എമൗണ്ട് മാത്രമല്ല കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതമാർഗം ഈ 2 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും അതുമായിട്ട് ഒരുപാട് സ്ട്രഗിളായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ചേച്ചിക്ക് അന്ന് സാമ്പത്തികം മുഴുക്കുമായിരുന്നു അത്? ഇല്ല, ശരിക്കും ഞാൻ കൂലിപ്പണിക്കൂടെ പോകുമായിരുന്നു. കൂലിപ്പണി, ആ പണി പരമാവധി ചെയ്തിട്ട് ഞാൻ പ്രോഗ്രാം സ്ഥലത്തെത്തിയ ദിവസങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും ഞാൻ സ്ട്രഗിളായിരുന്നു. ഒരുപാട് മാനസികമായി തകർന്നു തന്നെയാണ് ഞാൻ പ്രോഗ്രാം സ്ഥലത്ത് എത്തുന്നത്. പിന്നെ അമ്മ എനിക്കൊരു ഹെൽപ്പായിട്ടുള്ളത് കൊണ്ട് ഈ കുഞ്ഞുങ്ങൾ എനിക്ക് സുരക്ഷിതമായി അമ്മ നോക്കും എന്നുള്ളൊരു മനസ്സമാധാനം അല്ലാതെ വേറൊന്നും എനിക്കില്ല. സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നുന്നു. കാര്യം സാധാരണയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ മാത്രമേ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിതം മാറി നിൽക്കത്തുള്ളൂ. കാരണം ഒന്ന് എന്തെങ്കിലും ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഒരു ഡിവോഴ്സിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരു വിവാഹമൊക്കെ ആയി സെറ്റപ്പായി പോകുന്ന ഒരു കാഴ്ച കാണാം. വളരെ അപൂർവമായിട്ടാണ് ചേച്ചിയെ പോലെ ഇങ്ങനെ എന്തുകൊണ്ടാണത് പറയാൻ? കുഞ്ഞുങ്ങൾ നന്നായിട്ട് വളരണം, അവരെ സുരക്ഷിതമായി ഒരു ഭാഗത്തെത്തിക്കണം, അവരെ വിദ്യാഭ്യാസം കൊടുക്കണം, അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അതിലേക്ക് ഇങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിങ്ങനെ പോയപ്പോഴത്തേക്കും ജീവിതം എന്താണെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. വിഷമങ്ങളായിരുന്നു, ഉള്ളിൽ മൊത്തം പ്രയാസങ്ങളും ബുദ്ധിമുട്ടായിട്ട് നമുക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ചേച്ചിയുടെ ആദ്യത്തെ നാടകം ഏതായിരുന്നു? ഫസ്റ്റ് നാടകം പിന്നെ ആദിനാട് ഗോപൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു നല്ല പ്രഗത്ഭനായ ആൾ തന്നെയാണ്. എഴുത്തുകാരൻ, സംവിധായകൻ, അതിൻ്റെ പ്രൊഡ്യൂസർ എല്ലാം. കൊല്ലം മാതൃക എന്ന് പറയുന്ന സമിതിയായിരുന്നു.
അദ്ദേഹമാണ് ശരിക്കും ആദിനാട് ഗോപൻ ചേട്ടനാണ് എന്നെ ഡയലോഗ് പ്രസൻറ്റിങ്, നാടകത്തിൻ്റെ ഡയലോഗ് പ്രസൻറ്റിങ് പഠിപ്പിച്ചെടുത്ത വ്യക്തി. ഏകദേശം 36 വർഷത്തോളമായി ഈ നാടക ഫീൽഡിൽ നിൽക്കുന്നു ചേച്ചി. അപ്പോൾ ഇപ്പോൾ സിനിമകളിലൊക്കെ തന്നെ മീറ്റു വിവാദങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ മാറ്റി നിർത്തപ്പെടുന്ന, ബിസിനസ് വൽക്കരിക്കുന്ന, ഒരു കലയെ വിറ്റ് ജീവിക്കുന്ന ഒരു അന്തരീക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചേച്ചിക്ക് വല്ലതും തോന്നിയിട്ടുണ്ടോ? ഇല്ലെന്ന് പറയാൻ പറ്റില്ല. മാനസികമായി കുറച്ച് വിഷമങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അത് ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തു നിന്നായാലും മറ്റ് ഏത് ഭാഗത്തു നിന്നായാലും എല്ലാവരും ഒന്നും മോശമാണ് എന്ന് പറയാൻ പറ്റില്ല. അത് ഏത് ഫീൽഡിലും ഉണ്ടല്ലോ. പക്ഷേ നാടകം എന്ന് പറയുന്നത് ഒരു നിഷ്കളങ്കമായ സത്യസന്ധമായൊരു മെസ്സേജ് കൊടുക്കുന്നൊരു കലയായിരുന്നു. പക്ഷെ അതിപ്പോൾ അന്യം നിന്ന് പോകുന്നത് പോലെയാണ് നമുക്ക് അനുഭവത്തിൽ തോന്നുന്നത്. അങ്ങനെ ഒരുപാട് മാനസികമായി തകർത്ത് കൊണ്ടുവരുന്ന ഒരു പറ്റം ആളുകൾ ഇതിലൂടെ വന്നിട്ടുണ്ട്. അത് എല്ലാവരെയും അല്ല ഞാൻ പറഞ്ഞത്, ചില വ്യക്തികൾ. അതൊരു താങ്ങാൻ പറ്റാത്ത വേദന തന്നെയാണ്. കാര്യം ഇത്രയും നാളായി ചേച്ചി, ഏകദേശം എനിക്ക് തോന്നുന്നു ഈ 36 വർഷം കൊണ്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടും പോകുന്നുണ്ട് അല്ലേ? നാടകത്തിൽ കൂടി തന്നെ ചെറിയ സീരിയലുകൾ അതേപോലെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇപ്പം അത്യാവശ്യം സിനിമാ മേഖലയിലേക്ക് വല്ലതും അങ്ങനെ നമുക്ക് പ്രത്യേക എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റികൾ കിട്ടിയിട്ടുണ്ടോ? അതൊക്കെ വന്നിരുന്നു. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള സാഹചര്യങ്ങൾ വേറെ ഇല്ലാതെ വന്നപ്പോഴത്തേക്കും കുഞ്ഞുങ്ങളെ നോക്കണ്ടേ, സുരക്ഷിതമായി, പെൺകുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ ഇറങ്ങി പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ എന്തായാലും നമ്മൾ കേൾക്കുന്ന സംവിധായകരൊക്കെ ഉണ്ടായിരിക്കും, ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, നിങ്ങളുടെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് വിളിക്കാം. അതേപോലെ തന്നെ നാടകം എന്ന് പറഞ്ഞാൽ റീടേക്ക് വേണ്ടാത്ത ഒരു സംഭവമാണ്. അപ്പോൾ നാടകത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കഥാപാത്രം ഫലിപ്പിക്കാനും കാര്യങ്ങളും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും KS കല ചേച്ചിയെ പോലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, തീർച്ചയായിട്ടും അവരെയൊക്കെ പരിഗണിക്കണം. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഞാനൊരു 35ാമത്തെ വർഷം ഒരു നാടക സമിതിയിൽ ഞാൻ ചെന്നു. മറ്റൊരു സമിതിയിൽ നിന്ന് വാങ്ങിച്ച അഡ്വാൻസ് പൈസ ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടല്ലോ, അത് തിരിച്ച് അന്ന് തന്നെ കൊടുത്തിട്ട്, മോൾ ഗൾഫിലായിരുന്നു, അങ്ങനെ മോൾ ആ ഒരു ദിവസം കൊണ്ട് തന്നെ ഇങ്ങോട്ട് അയച്ചു തന്ന്. അത് പ്രോഗ്രാമിനായിട്ട് പോകുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ വലിയ ശമ്പളത്തിലൊന്നും പോകുന്നൊരു മോളായിരുന്നില്ല. പക്ഷേ ആ സംവിധായകൻ പറഞ്ഞ പ്രകാരം അത് തിരിച്ചു കൊടുത്തിട്ടാണ് നമ്മളവിടെ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കും മാനസികമായുള്ള ബുദ്ധിമുട്ട് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ എനിക്ക് തട്ടിയത് കാരണമാണ് ഞാനവിടെ നിന്ന് അന്ന് തന്നെ, അന്നല്ല 3ാമത്തെ ദിവസം അവിടെ നിന്ന് വരുന്നു. 35 വർഷം KPSC മുതൽ ഈ കേരളത്തിൽ അറിയപ്പെടുന്ന നല്ല നല്ല സമിതികളിൽ നിന്ന് ഞാൻ ഓരോ കഥാപാത്രങ്ങളും 2-3 കഥാപാത്രങ്ങൾ, പ്രശസ്തരായ സംവിധായകരും കഥാകൃത്തുക്കളും സംഘാടകരുമുള്ള നല്ല സമിതികളിൽ നിന്ന് നല്ല നല്ല വേഷങ്ങൾ ചെയ്തു വന്ന ഒരു പെണ്ണായിരുന്നു ഞാൻ. അപ്പോൾ അഭിനയിക്കാൻ കഴിവില്ലെന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തിയിട്ടില്ല. പക്ഷേ അവിടെ എനിക്കൊരിക്കലും 35ാമത്തെ വർഷം, ഈ 35 വർഷവും ആരും ഒന്നും പറയാതെ തന്നെ അവിടെ എനിക്ക് തിക്ത അനുഭവങ്ങളാണ് ഉണ്ടായത്. അതെൻ്റെ അഭിനയ കഴിവുകേടല്ല. എനിക്ക് നല്ല, എന്തായാലും ഞാനത് പുറത്ത് ആരോടും ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ഇങ്ങനൊരു ഇൻ്റർവ്യൂ വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ആ ഒരു അഹങ്കാരം, എത്ര കഴിവ് ഈശ്വരൻ തരുന്നു, നമ്മൾ അങ്ങ് ഭൂമിദേവിയോളം താഴണമെന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ ഈശ്വരൻ നമുക്ക് വീണ്ടും അത് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ തരുള്ളൂ. അത് തന്നെയാണ് ഞാനും എൻ്റെ മക്കളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ചേച്ചി, നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ നാടകം ഏതായിരുന്നു ചേച്ചിയുടെ? ഞാൻ നാടകനിലയം തിരുവനന്തപുരം. ഇപ്പോൾ എന്തായാലും ചേച്ചിക്ക് ഇത്രയും നാളത്തെ ഈ നാടകത്തിൻ്റെ എക്സ്പീരിയൻസിനകത്ത് ജനങ്ങൾക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഈ നാടകത്തിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാടകം ഏതായിരുന്നു? ഏറ്റവും അങ്ങനെ എടുത്തു പറയാൻ പറ്റിയ? എനിക്ക് അങ്ങനെ ഒന്നിൽ ഒതുക്കാൻ പറ്റുന്നതല്ല. ശരിക്ക് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സമിതിയിൽ പോകുമ്പോൾ ഇന്ന സംവിധായകൻ ഇന്ന നാടകം എന്ന് നമുക്ക് എടുത്തു പറയുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കും. എന്നാലും ചിലരത് പറയും. ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. നമുക്ക് മനസ്സിന് തൃപ്തമായ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നാടകമായിരുന്നു ചേച്ചിയുടെ പിന്നീടുള്ള ജീവിതത്തിലെ ഒരു കൈത്താങ് എന്ന് പറയാം. അതെ. തീർച്ചയായിട്ടും ഇത്രത്തോളം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇപ്പോൾ ഇരിക്കുന്ന വീട്, അപ്പം നമുക്കൊരു ആശയമില്ലാതെ വന്നപ്പോൾ തന്നെ ഈ നാടകത്തിൽ നിന്ന് കിട്ടിയ പൈസകളൊക്കെ രൂപീകരിച്ചിട്ടാണോ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു വീട് കിടക്കാടം ഉണ്ടാക്കിയത്? ഞാൻ നാടകത്തിൽ നിന്നുള്ള ഈ വീടല്ല, ഇത് അമ്മയുടെ പേരിലുള്ള വീട് എനിക്ക് എഴുതി തന്നു. ഞാൻ ആലുംപിടിയയിൽ ഞാൻ അധ്വാനിച്ച നാടകത്തിലെ പൈസ കൊണ്ട് തന്നെ ഞാനൊരു കിടക്കാടം ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം ഒരുപ്പെട്ട ലേഡീസിനൊക്കെ സത്യം പറഞ്ഞാൽ ലൈഫ് ഒന്ന് പിഴച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഒരു ആത്മഹത്യയിലേക്ക് പോവുകയും അതേപോലെ തന്നെ ഡിപ്രഷനായി പോവുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമായിരിക്കും. അപ്പോൾ അവരുടെ പല ജീവിതങ്ങളും പോകേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ഞാൻ കുഞ്ഞുങ്ങളുടെ ചെറുപ്രായത്തിൽ
അങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഒരു മോട്ടിവേഷനായിട്ട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? ഒരിക്കലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നമ്മളെ ഒരുപാട് അകറ്റി നിർത്തുകയും നമ്മളെ വലിച്ചെറിയുകയും ചെയ്യുന്ന പുച്ഛത്തോട് കാണുന്ന മനുഷ്യരെടുത്ത് എനിക്ക് പറയാനുള്ളത്, ജീവിച്ച് കാണിക്കണം. എന്ത് കൈത്തൊഴിൽ ചെയ്തും എന്ത് ത്യാഗം സഹിച്ചും എന്ത് മനോവേദനയും മാനസിക വേദനയും ശാരീരിക വേദനയും എന്തനുഭവിച്ചാണെങ്കിലും, ശാരീരികമായ മറ്റുള്ള ബുദ്ധിമുട്ടല്ല ഞാൻ പറഞ്ഞത്, ജീവിച്ച് കാണിക്കണം. നമ്മുടെ മക്കളെ നെഞ്ചോട് ചേർത്ത് മക്കളെ വളർത്തിയെടുക്കണം. സമൂഹത്തിൽ അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം കൊടുക്കണം, അവരെ വളർത്തിയെടുക്കണം നന്നായിട്ട്. എന്നിട്ട് നമ്മൾ ജീവിക്കണം. അപ്പോൾ രണ്ടുപേരും ആ ജോലിയിലേക്ക് കടക്കാനാണ്. ജോലി സ്വന്തമായിട്ട് വിവാഹം കഴിച്ചു വിടുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തമായിട്ടൊരു ജോലി, സ്വന്തം കാലയിൽ നിൽക്കുന്ന ഒരു അവസരം അച്ഛനും അമ്മയും ചെയ്തു കൊടുക്കുന്നതാണ് ഏറ്റവും വലുതെന്നാണ് അവർ പറയുന്നത്. അഥവാ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു പാളിച്ച വന്നാലും നമുക്ക് ആരുടെയും മുന്നിൽ കൈ നീട്ടണ്ടാത്ത ഒരു അവസ്ഥയിലേക്ക് നമുക്ക് നിൽക്കുക. അതെ, കുട്ടികൾ പറഞ്ഞ അങ്ങനെ തന്നെ. അത് ജീവിതത്തിൽ നിന്നും ചേച്ചി പഠിച്ച ഒരു പാഠമായിരുന്നു മക്കൾക്ക് ആ ഒരു വഴിയായി കൊടുത്തത്. അതെ, അങ്ങനെ. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കുറച്ച് താഴ്ചയിൽ എൻ്റെ മക്കൾ എന്നെ സംരക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കയറി വന്നിട്ടുണ്ട്. ചേച്ചിയുടെ കലാജീവിതം മക്കളിലേക്ക് തന്നെ പകർന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഇന്ന് അഭിമാനമാണ്. കാര്യം ഇന്നൊരു UDFൻ്റെ ഒരു പാട്ടായിരുന്നു തോന്നുന്നു. പല പാർട്ടിക്കാരുടെയും പാട്ടുകൾ മോള് പാടുന്നു. ആ ഒരു ശബ്ദം നമ്മുടെ നാട്ടിലൊക്കെ അലയടിക്കുമ്പോൾ ഒരു അർത്ഥത്തിലൊരു മാനസികമായ ഒരു അനുഭൂതി കിട്ടില്ലേ? തീർച്ചയായും. പക്ഷേ അംഗീകരിക്കുന്നവരുണ്ട്. ആലമ്പീഡിയയിൽ മോളെ സംഗീതത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ചില നല്ല വ്യക്തിത്വങ്ങളുണ്ട്. അവരാണ് മോളെ സംഗീതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്. പിന്നെ രണ്ടുപേരും നല്ല കലാകാരികൾ, നല്ല കുട്ടികൾ, നല്ല സ്വഭാവം. എനിക്ക് ഒരുപാട് ആശ്വാസവും സന്തോഷവും. ഇപ്പം ഞാൻ ജീവിക്കുന്നത് എൻ്റെ മക്കളുടെ സന്തോഷത്തിലാണ്. അവർ നല്ല ബ്രില്യൻ്റാണ് രണ്ടുപേരും. പക്ഷേ ഇത്രയും സ്ട്രഗിളൊക്കെ എടുത്ത് ഈ കുഞ്ഞുങ്ങളെ വളർത്തിയപ്പോൾ മഴവിൽ മനോരമ ഏതോ ഷോയ്ക്കകത്തൊക്കെ മോള് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? ഫ്ലവേഴ്സിലുണ്ടായിരുന്നു. അപ്പം നമുക്കൊരു മാനസികമായ ഒരു ഹൈലൈറ്റ് അവിടെ കിട്ടുമല്ലോ ആ ഒരു ഷോയൊക്കെ കാണുമ്പോൾ. നമ്മുടെ നാട്ടുകാർ കാണുന്നു. 1500 പേരെ തെരഞ്ഞെടുത്തതിൽ മോളും ഉണ്ടായിരുന്നു. അപ്പം മോള് പ്രത്യേകിച്ചും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ട് അല്ലേ? അതായിരുന്നു അവിടെ. അതിനകത്ത് മോക്കും അവാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുഞ്ഞുനാൾ മുതലേ തീർച്ചയായിട്ടും സംഗീതം പഠിക്കുകയും കുഞ്ഞുനാൾ മുതലേ സ്റ്റേജുകൾ കയറി പരിശീലിക്കുകയും അതേപോലെ തന്നെ ഇന്ന് നിരവധി ഗാനമേള ട്രൂപ്പുകളിൽ ഒരു സിംഗറായി പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇളയ മോള് ഫാഷൻ ഡിസൈനറാണ്. അദ്ദേഹം ഫാഷൻ ഷോയിൽ ഈ അടുത്തൊക്കെ പോയിരുന്നു. ഫസ്റ്റ് ടൈറ്റിൽ വിന്നറായി, ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ്, അങ്ങനെ ഫസ്റ്റ് റണ്ണറപ്പ് എല്ലാം കിട്ടി. എല്ലാ മൊമെൻറ്റോയും സർട്ടിഫിക്കറ്റും എല്ലാം കിട്ടി. മോള് ഫാഷൻ ഡിസൈനർ കൂടാതെ ഷോയിൽ പോയാണ്. അത്രയും ബ്രില്യൻ്റ് ആണ് ആള്. നല്ല കഴിവുള്ള മക്കളാണ്. കാരണം ഇന്ന് മക്കളൊക്കെ ഒരുപാട് നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ ഇത്രയൊക്കെ കുഞ്ഞുങ്ങളെ നോക്കി വളർത്തി വരുമ്പോൾ അവർ അനുസരിക്കാത്ത അല്ലെങ്കിൽ ജീവിതം വേറൊരു മേഖലയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ്. എന്തായാലും ചേച്ചിക്ക് ഇങ്ങനെങ്കിലും ഒരു മാനസികമായ സന്തോഷം അത് ദൈവം അറിഞ്ഞു തന്നെ മക്കളെ വളർത്തണം. അവർ നല്ല രീതിയിൽ വളർന്നു വന്നത് കൊണ്ട് തന്നെയാണ്. കഴിഞ്ഞത് തീർച്ചയായിട്ടും അമ്മു എന്നാണ് പേര്. അപ്പം അതിന് നല്ല സിംഗറാണ്, സംഗീതം പഠിച്ചിട്ടുണ്ട്. ഇനി മ്യൂസിക് പ്രൊഡക്ഷൻ്റെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു സ്റ്റുഡിയോ സെറ്റപ്പൊക്കെ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് വരാനുണ്ട്. ഈ ചരിത്രം ഇങ്ങനെ നിലനിൽക്കേണ്ട ഒരു പ്രോസസ്സാണ് നിലവിൽ അല്ലേ? അപ്പോൾ ഇനി എന്താണ് നമ്മുടെ ജനങ്ങളോടും അല്ലെങ്കിൽ നമ്മുടെ നാടക കമ്പനി അവരോടെല്ലാം പറയാനുള്ളത് എന്താണ് ചേച്ചിക്ക് ഒരു കലാകാരി എന്നുള്ള രീതിയിൽ? നാടകം പണ്ട് കാലത്ത് നിഷ്കളങ്കമായ രീതിയിൽ പോയി. അതൊരു 400, 300, 200, 250 നാടകമായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചോദിക്കും, ഇപ്പോൾ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഒരുപാട് വന്ന്, മാറ്റങ്ങൾ ഒരുപാട് വന്നു, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ അന്നുള്ളത്. പക്ഷേ നാടകം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് എപ്പോഴും പഠിക്കാനുള്ളൊരു പാഠം കൂടിയാണ്. ആ നാടകത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ചില ജനത്തിൻ്റെ മനസ്സിലേക്ക്, മനുഷ്യരുടെ മനസ്സിലേക്ക് ഇഷ്ടമല്ലാത്ത കലകളാണ് ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുപാട് മാനസിക പ്രയാസമുണ്ട്. പിന്നെ നാടകം അന്നത്തതുപോലെ തന്നെ നല്ല രീതിയിൽ അവതരിപ്പിച്ച് കൊണ്ടുവരണം. നല്ല കലാകാരന്മാരെയും കലാകാരികളെ അംഗീകരിക്കണം. മനോവേദന കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടാകണം. നാടകത്തിന് എല്ലാ പ്രോത്സാഹനങ്ങളും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം മക്കളൊക്കെ ഒരു പരിധി വരെയൊക്കെ ആയി. ഇപ്പം ഇനിയിപ്പോൾ സീരിയൽ അല്ലെങ്കിൽ അതേപോലെ സിനിമകൾ ഡബ്ബിംഗ് ഒക്കെ കിട്ടിയാൽ ചേച്ചി തീർച്ചയായിട്ടും പോകും. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. താല്പര്യം. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ആരും മറക്കേണ്ട കാര്യം എക്സ്പീരിയൻസ് ആണ് മുഖ്യം. പുതിയതായിട്ടൊരു ഡബ്ബിംഗ് തൊഴിലാളി വിളിച്ചാൽ തന്നെ പല സീനുകളും പാളിപ്പോവും. അതേപോലെ തന്നെ അഭിനയ മേഖലയിലാണെങ്കിലും പണ്ട് മുതലേ KPSC ലളിത അവരൊക്കെ വന്നിട്ടുള്ള ഒരു മഹനീയമായ പ്രസ്ഥാനമാണ് KPSC എന്ന് പറയുന്ന നാടക കമ്പനി. അപ്പോൾ അവിടെയൊക്കെ ചേച്ചിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? തീർച്ചയായും. എന്നെ വന്ന് വിളിക്കാൻ വന്ന ആൾ പറഞ്ഞത്, ഇപ്പം 4ാമത്തെ പെണ്ണുങ്ങളാണ് അവിടെ
റിഹേഴ്സൽ എടുക്കുന്നത് വേഷം ശരിയാകുന്നില്ല. പ്രമോദ് പയ്യന്നൂർ ഇന്ന് സിനിമയിലൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന ആൾ, അദ്ദേഹം സംവിധാനവും അദ്ദേഹത്തിൻ്റെ രചനയുമായിരുന്നു. അങ്ങനെ ഞാൻ ചെല്ലുക, KPSC പോലുള്ളൊരു സമിതിയിൽ നമ്മൾ വേഷം ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര വെപ്രാളവും എന്താണ് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഞാൻ ചെന്ന് റിഹേഴ്സലിട്ട് ദൈവത്തിൻ്റെ ഒരു ഹിതമായിരിക്കാം, അല്ലാതെ എൻ്റെ കഴിവൊന്നുമല്ല. ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും എപ്പോഴും. നല്ലതുപോലെ 2 വേഷം എനിക്ക് പറഞ്ഞു തന്നു. അദ്ദേഹം പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ ചെയ്തു. ആ ഒരു വേദിയിൽ എനിക്ക് നിൽക്കാൻ പറ്റിയത്, KPSC എന്ന് പറയുന്ന ആ ഒരു തട്ടകത്തിൽ എനിക്ക് കയറാൻ പറ്റിയതും ആ വേഷം ചെയ്യാൻ പറ്റിയതും എൻ്റെ ജീവിതത്തിലെ നാടക ഫീൽഡിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ മറക്കാൻ പറ്റാത്ത 2-3 ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ തുടക്കം പറഞ്ഞത് തേവലക്കര മോഹൻ സാറും ജെസ്സി മോഹനൊക്കെയാണ്. അവരൊക്കെ നാടകത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് ഒന്നുമാകാതെ തന്നെ കുറച്ച് മനുഷ്യൻ്റെ മനസ്സിൽ നാടകങ്ങളും കഥാപാത്രങ്ങളും കൊടുത്തിട്ട് മൺമറഞ്ഞു പോയ ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ ഒന്നുകൂടി ഓർമ്മിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ സമൂഹത്തിലെ കലാകാരനിൽ വെച്ച് ആദിനാട് ശശിയും അതേപോലെ തന്നെ കൃഷ്ണൻകുട്ടി സാറുമൊക്കെ ഉണ്ട് തൊട്ടടുത്ത് നമ്മുടെ നാടക പ്രദേശങ്ങളിൽ. അപ്പോൾ അവരുമായിട്ടുള്ള ചേച്ചിയുടെ എങ്ങനെയായിരുന്നു അവരൊക്കെ ഒരു ലെജൻഡായ വ്യക്തികളല്ലേ. നമുക്ക് അളക്കാൻ പറ്റുന്നതല്ലല്ലോ അവരുടെയൊക്കെ കഴിവ്. അത്ര പണ്ഡിതന്മാരാണ് അവരൊക്കെ. അവരുടെയൊക്കെ ഒരു കാൽപാദത്തിൽ വന്നിച്ച് ഈ ഫീൽഡിൽ നിൽക്കുന്നത് പോലുമാണ് ഞാൻ ഏറ്റവും വലുതായി കരുതുന്നത്. അത്ര പഠിക്കാനുണ്ട് നമുക്ക്. അങ്ങനെയാണ് ഞാൻ ഒരുപാട് നാടകങ്ങൾ ചെന്നിരുന്നു. ഞാൻ പഠിച്ചത് അവരിലൂടെയൊക്കെയാണ്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട കലച്ചേച്ചി. കാരണം മോളുടെ ഒരു ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഭാവിയിൽ ഇനി എടുക്കാം. നല്ല സിംഗേഴ്സാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ ഞാൻ 2-3 സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും തന്നെ ഒരുപാട് വർക്കുകളൊക്കെ ഇനി മുന്നിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും നേരം നമ്മുടെ ലൈഫ് സ്റ്റോറിയുമായിട്ട് പ്രിയപ്പെട്ട ചേച്ചിയായിരുന്നു നമ്മുടെ കൂടെ ഉള്ളത്. എന്തായാലും ഒരുപാട് സന്തോഷം ചേച്ചി. തീർച്ചയായിട്ടും അവസരങ്ങളൊക്കെ വരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.